നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയ നോട്ടീസിൽ കിടിലൻ മറുപടിയുമായി സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്ന വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. 7 മാസമായി ശമ്പളം തരാത്തതിനാൽ അങ്ങയുടെ ഓഫീസിൽ ഹാജരാകാനുള്ള യാത്ര, ഭക്ഷണം, താമസം എന്നിവയ്ക്ക് നിവൃത്തിയില്ലാത്തതിനാൽ ഹാജരാകാൻ സാധിക്കുന്നതല്ല എന്ന വിവരം വിനയപൂർവ്വം ബോധിപ്പിച്ചുകൊള്ളുന്നു എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത്. സസ്പെൻഷനിലുള്ള പോലീസുകാരന് തുടരന്വേഷണത്തിന്റെ ഭാഗമായി വ്യാജ അന്വേഷണത്തിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയ നോട്ടീസിന് അതിൽ തന്നെ എഴുതി നൽകിയ മറുപടിയാണ് ഇത്. നിലവിൽ സസ്പെൻഷനിലാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ ഉമേഷ് എന്ന ഉമേഷ് വള്ളിക്കുന്ന്. സംസ്ഥാന പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതിയതിന് ഈ മാസം ആദ്യമാണ് ഉമേഷിനെ സസ്പെൻഡ് ചെയ്തത്. ഡിവൈഎസ്പിക്ക് നൽകിയ മറുപടിയുടെ ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായുള്ള വ്യാജ അന്വേഷണത്തിന് 25 രാവിലെ 10:30 ഹാജരാകാനാണ് ഉമേഷിന് നോട്ടീസ് നൽകിയത്. പ്രത്യേക ദൂതൻ വഴി കോഴിക്കോടേക്ക് നോട്ടീസ് കൊടുത്തയക്കുകയായിരുന്നുവെന്ന് ഉമേഷ് പറയുന്നു. ദൂതന്റെ 2 ദിവസത്തെ ശമ്പളം TA മാത്രം സർക്കാരിന് 6000 രൂപയിലധികം ചെലവാണ് എന്ന് ഉമേഷ് ചൂണ്ടിക്കാട്ടിയിരുന്നു. മറുപടിയും നോട്ടീസിൽ തന്നെ എഴുതി കൊടുത്തു. 7 മാസമായി ശമ്പളം തരാത്തതിനാൽ തങ്ങളുടെ ഓഫീസിൽ ഹാജരാകാനുള്ള യാത്ര, ഭക്ഷണം, താമസം എന്നിവയ്ക്ക് നിവൃത്തിയില്ലാത്തതിനാൽ ഹാജരാകാൻ സാധിക്കുന്നതല്ല എന്ന വിവരം വിനയപൂർവ്വം ബോധിപ്പിച്ചു കൊള്ളുന്നുവെന്നാണ് നോട്ടീസിൽ എഴുതി നൽകിയത്. പറഞ്ഞത് സത്യം മാത്രമാണെന്നും നിവൃത്തിയില്ലാത്തതിനാൽ തന്നെയാണ് താൻ അങ്ങോട്ടേക്ക് വരാത്തത് എന്നുമാണ് ഫേസ്ബുക്കിൽ ഉമേഷ് കുറിച്ചിരിക്കുന്നത്. ഇതിന് പല ഭവിഷ്യത്തുകളും തനിക്ക് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ സൂക്ഷിച്ചോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകളും ധാരാളം വരികയാണ്.